സാധാരണ മനുഷ്യർ യൂസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ്? അതായത് നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരറിയാത്തതിനെ എതിർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡേ ശരിയല്ല. നിറയെ ആൾക്കാർ പറയുന്നുണ്ട് അലോപ്പതി സൈഡ് എഫക്റ്റ്, ആയുർവേദ സൈഡ് എഫക്റ്റ്, അത് സൈഡ് എഫക്റ്റ്, ഇത് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡേ ഇല്ല. നമ്മളൊരു രോഗത്തിന് മെഡിസിൻ എടുക്കുന്നു, ആ മെഡിസിന് ഒരു എഫക്റ്റ് ഉണ്ടോ ഇല്ലേ? ആ എഫക്റ്റിനെ താങ്ങാൻ നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണ് സൈഡ് എഫക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സും മറ്റുമൊക്കെ എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഇതെല്ലാം തരുന്നത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഹെൽത്തിയായി മാറിയാൽ മാത്രമേ അടുത്ത റിപ്പീറ്റായിട്ട് ആ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റിനെ എടുക്കാൻ പറ്റുള്ളൂ. ആ എഫക്റ്റിനെ എടുക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയാത്ത ഒരു അവസ്ഥയാണ് സൈഡ് എഫക്റ്റ്. അപ്പോൾ നല്ല ഒരു പോഷകാഹാരം ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റ് അല്ല. കാരണം ഇന്ന് നമ്മളെ മാർക്കറ്റിൽ അറിയുന്ന നിറയെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നമ്മൾ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ വില കുറഞ്ഞ ന്യൂട്രീഷൻസ്. അപ്പോൾ നമ്മൾ ഇതിന് വില കൂടുതലെന്നാണ് പറയുന്നത് ഇല്ലേ? നിറയെ ആൾക്കാർ സൈഡ് എഫക്റ്റ് മാത്രമല്ല പറയുന്നത്, വില കൂടുതലാണെന്ന് പറയുന്നത്. അവർക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ വില കൂടുതലാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുന്ന ആൾക്കാർ അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എന്തുകൊണ്ട് മറ്റതിനെല്ലാം വില കുറച്ച് കിട്ടുന്നു? വില കുറച്ച് കിട്ടിയത് കഴിച്ചിട്ട് എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം വരുന്നില്ല? നമ്മളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ വില കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മളൊരു കാര്യത്തിനെ കഴിക്കുന്നത്. എന്തുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല? ഇതാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന്, നമ്മളെ ന്യൂട്രീഷൻ വന്നിട്ട് അതിൻ്റേതായ വാല്യൂ ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന ലിവറോ കിഡ്നിയോ പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ആക്ച്വലി കഴിക്കുന്നത് ലോങ് ടൈമായിട്ട്? ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയാൽ ഇതിനെല്ലാം സ്പെഷ്യലിസ്റ്റ് നിറയെ ആൾക്കാരുണ്ട് ഇല്ലേ? അവരുടെ ഒ പിയിലോ അല്ലെങ്കിൽ അവരുടെ വിസിറ്റേഴ്സ് ചെയറിലോ പോയിരുന്നാൽ ഒരാളിന് പോലും ഹെർബൽ ലൈഫ് അറിയില്ല. എല്ലാവർക്കും അറിയുന്നത് എന്താണ്? ഇഡ്ഡലി അറിയാം, പുട്ടറിയാം, ചപ്പാത്തി അറിയാം, ഓട്സ് അറിയാം, എല്ലാമേ അറിയാം. പക്ഷേ അവർക്ക് ഹെർബൽ ലൈഫ് അറിയില്ല. അവരുടെ ഇടയിൽ നമ്മളൊരു സർവേ നടത്തി നോക്കണം അവർക്ക് എന്തുകൊണ്ടാണ് അത് പോയെന്ന് ഇല്ലേ? അപ്പോൾ ഹെർബൽ ഇത്ര 45 ഇയേഴ്സിൽ ഇത്ര ലക്ഷം കോടിക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഫുഡിൽ ഇതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ വർഷവും ഹെർബൽ ലൈഫ് കാരണം മരിക്കുന്ന 1,00,000 പേരെങ്കിലും കാണണ്ടേ? അല്ലെങ്കിൽ ഒരു 10,000 പേരെങ്കിലും റിപ്പോർട്ട് ചെയ്യണ്ടേ ഇല്ലേ? അതൊരു കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു മണി ചെയിൻ പ്രോസസ്സ് പോലെയാണോ? അതായത് താഴെ ആൾക്കാരെ ചേർക്കുന്നതും ഈ ചേർക്കുന്നതനുസരിച്ചാണ് ഈ ഒരു ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിന് പൂർണ്ണമായി ഇതിലേക്ക് എത്തണമെങ്കിൽ അവരൊരു ആഹാരം കഴിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് വാങ്ങി കഴിച്ച് അതിലേക്ക് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളമാണ് ഇതിന് ആവശ്യം വരിക? അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ എന്തൊക്കെമായ കാര്യങ്ങൾ മാറ്റപ്പെടണം? അല്ലെങ്കിൽ എന്തൊക്കെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് അവർ എത്തണം? അങ്ങനെയുള്ള നിങ്ങൾ പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്? ഓക്കെ, ഇത് രണ്ടും ആക്ച്വലി 2 സെഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ന്യൂട്രീഷനും അതിൻ്റെ റിസൾട്ടും അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ബിസിനസ് അതിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് രണ്ട് ധ്രുവങ്ങളാണ്. പക്ഷേ നമുക്ക് ആരോഗ്യമായിരിക്കുന്ന മാത്രം തന്നെ എന്ത് ബിസിനസ് ചെയ്താലും അതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് കഴിക്കണമെങ്കിലും കാശുണ്ടെങ്കിലേ കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് കാശുള്ളവനും ഇല്ലാത്തവനും ആവശ്യമാണ് അല്ലേ? കാശുള്ളവന് കാശ് കൊടുത്ത് കഴിക്കാം, പക്ഷെ കാശില്ലാത്തവനും ഇത് കഴിക്കണമെങ്കിൽ അതിന് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഹെർബൽ ലൈഫിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടർ വഴിയായിട്ടും അതിൻ്റെ മെൻറ്റർ വഴിയായിട്ടും. ആ മാർക്കറ്റിംഗ് പ്ലാനിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആ മാർക്കറ്റിംഗ് പ്ലാനിൽ ഇത് ഇഷ്ടപ്പെട്ടു, ഇത് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ പ്ലാനിൽ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റിൽ കഴിക്കാനുള്ള അവസരമുണ്ട്. ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കഴിക്കുന്നതോടൊപ്പം നിറയെ ആൾക്കാർക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനെ മണി ചെയിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഒരാൾ മണി ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ആക്ച്വലി മണി ചെയിനും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാം മണി ചെയിൻ ഫോളോ ചെയ്യുന്നില്ല. ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിലുള്ള നെറ്റ്വർക്ക് പോലെയാണ്. നെറ്റ്വർക്ക് ഇല്ലാത്ത മൊബൈൽ കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സമൂഹത്തിന് മാറാനുള്ള പ്രചോദനവും ഒരു സപ്പോർട്ടുമാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ ഒരാളിൻ്റെ മാറ്റം നിറയെ ആൾക്കാരെ മാറാൻ അത് കാരണമാവുന്നുണ്ട്. ഇവിടെ നമ്മളെ താഴെ ഈ പറഞ്ഞതുപോലെ നിറയെ പേരെ ചേർത്തെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഇതിൽ ഒരു കാശും വരത്തില്ല. അതാണ് ഹെർബൽ ലൈഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മണി ചെയിൻ അങ്ങനെയല്ല, ഒരാളെ ചേർക്കുമ്പോൾ കാശാണ് അവർ കൈമാറ്റം ചെയ്യുന്നത്. ഇവിടെ ഇതൊരു പ്യുവർലി വെൽനെസ് ഇൻഡസ്ട്രിയാണ്. നമുക്ക് ഇരിക്കുന്ന പ്രോഡക്റ്റാണ് സ്റ്റാർ, അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. അപ്പോൾ ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളോടൊപ്പം കൂടുന്നത്. അത് കൺസ്യൂമേഴ്സായിട്ടും കൂടുന്നുണ്ട്, അസോസിയേറ്റ് ആയിട്ടും കൂടുന്നുണ്ട് അല്ലേ? ഏതൊരു ബിസിനസ്സും നിലനിൽക്കുന്നത് സെല്ലിങ്ങിലാണ് അല്ലേ? അതിൻ്റെ സെല്ലിംഗ് പ്രോസസ്സിൽ കിട്ടുന്ന ലാഭത്തിലാണ് നിലനിൽക്കുന്നത്. ഈവൻ ഒരു മുട്ടുപിന്നായാലും ശരി,
ഒരു മഗ്ഗായാലും ശരി, നമ്മളിരിക്കുന്ന ഈ ചെയർ ആയാലും ശരി, എല്ലാം ഒരാൾ സെല്ല് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ ആൾക്കാർ ലാഭം എടുത്തിട്ടുണ്ട്. ഈ ലാഭം ഒരാളിന് കൊടുക്കില്ല എന്ന് നമ്മൾ ഒരാൾ തീരുമാനിച്ചാൽ ഈ ലോകത്ത് ഒന്നുമേ യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നുമേ കിട്ടത്തുമില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇതിലെങ്ങനെ ഇതിനെ ബെനിഫിറ്റ്സ് നേടാന്ന് വെച്ചാൽ, ഇതിൽ എത്ര പീപ്പിളിൻ്റെ ലൈഫിന് നമ്മൾ പ്രചോദനമാകുന്നു, എത്ര പേരെ ജീവിതം മാറാൻ, അവരെ ആരോഗ്യമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. ഇതാണ് ഇതിലെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം, മാർക്കറ്റിംഗ് പ്ലാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനിരിക്കുന്ന പൊസിഷൻ, പ്രസിഡന്റ് ടീം എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഒരാൾ അച്ചീവ് ചെയ്യുമ്പം കുറഞ്ഞത് ഒരു 1,00,000 പേരെങ്കിലും അവരുടെ ജീവിതത്തെങ്കിലും മാറ്റം വരുത്താതെ എനിക്ക് ഈ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരാളെ പറ്റിക്കാൻ, 10 പേരെ പറ്റിക്കാൻ, 100 പേരെ പറ്റിക്കാൻ, 1,00,000 പേരെ പറ്റിക്കാൻ പറ്റുമോ? ഇല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അതിൽ അട്രാക്റ്റ് ആയ ആൾക്കാരാണ്. അത് നമുക്ക് 95 കൺട്രീസിലും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരം ഹെർബൽ ലൈഫ് തരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്ത് മാത്രം ഇരുന്ന എന്നെ ഇന്ന് 95 കൺട്രീസിലും അറിയുന്ന ഒരാളായിട്ട് മാറിയത്. അതുകൊണ്ടാണ്. ഓക്കെ, ആ സാധ്യതകളിൽ അതിൻ്റെതായ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോളോ ചെയ്യുന്നതിൽ കൂടെ നിറയെ ആൾക്കാർക്ക് അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള അവസരമുണ്ട്. ആ അവസരത്തിനെ ഉപയോഗിച്ച് അവർക്കും അവരുടെ ഫാമിലിക്ക് ഇതിനെ കഴിക്കാൻ പറ്റും. അതല്ല, ഇതിന് ബിസിനസ്സിന് താല്പര്യമില്ലാത്തവർക്ക് ആ കോമ്പൻസേഷൻ പ്ലാനിൽ കിട്ടുന്ന മാക്സിമം ഡിസ്കൗണ്ട് ഓപ്ഷനിൽ കൂടെ അവർക്ക് അതിനെ കൺസ്യൂം ചെയ്യാം. അവരുടെ റിക്വയർമെൻറ്റിനാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. എല്ലാവരും ഇതിനകത്ത് മാർക്കറ്റിംഗ് പ്ലാനിനകത്ത് ബിസിനസ് ചെയ്യണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല.